വോട്ടിനക്കരയിൽ ഇന്ന് കൊല്ലത്തുള്ള പ്രവാസികളാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ വിലയിരുത്തുന്നത്. മസ്കത്തിൽ നിന്ന് ബിനു എസ് കൊട്ടാരക്കര തയ്യാറാക്കിയ അക്കരെ നിന്നൊരു വോട്ടിലേക്ക്. പ്രവാസികൾ അവരുടെ തെരഞ്ഞെടുപ്പ് നിലപാടുകൾ പങ്കുവയ്ക്കുന്ന അക്കരെ നിന്ന് വോട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മസ്കത്തിലെ ദാർസൈറ്റിലാണ്. കൊല്ലം മണ്ഡലത്തിലെ ഒരു കൂട്ടം പ്രവാസികളാണ് നമ്മോടൊപ്പം നിലപാടുകൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. സാറേ, കൊല്ലം തെരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രനാണല്ലോ നിൽക്കുന്നത്. എത്രത്തോളം വിജയസാധ്യത NK പ്രേമേന്ദ്രൻ? NK പ്രേമേന്ദ്രൻ കൊല്ലത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എല്ലാം കൊല്ലത്തെ ജനങ്ങൾക്ക് നേരിട്ടറിയാം. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഒക്കെ പാർലമെൻറ്റിലും അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതുമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നേതാവാണ് UDFൻ്റെ NK പ്രേമേന്ദ്രൻ. തീർച്ചയായും അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും അദ്ദേഹം ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രത്യാശ. കൊല്ലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളും, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ശക്തമായ പ്രചരണമാണ്. പിന്നെ ശബരിമല വിഷയം ശരിക്കും ബാധിച്ചിട്ടുള്ളൊരു മണ്ഡലമായതുകൊണ്ട് ഇത്തവണ BJP നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. എന്നിരുന്നാലും UDF മണ്ഡലം നിലനിർത്താനുള്ള സാഹചര്യമാണ് ഗ്രൗണ്ട് റിയാലിറ്റി. കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് ഇപ്രാവശ്യം ശ്രീ NK പ്രേമേന്ദ്രൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടും. കാരണം അദ്ദേഹം ഒരു മാന്യനായ, അന്തസ്സുള്ള, രാഷ്ട്രീയപരമായും വ്യക്തിപരമായും എല്ലാ അന്തസ്സും ഉൾക്കൊള്ളുന്ന ഒരു വികസന കാഴ്ചപ്പാടുള്ള, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് പ്രാപ്യനായ ഒരു ജനപ്രതിനിധിയാണ്. കൊല്ലത്ത് ഒരു പ്രതിനിധി എന്നുള്ളതിന് നിലയിലല്ലാതെ തന്നെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മികച്ച പാർലമെന്ററിയാണ്. അദ്ദേഹം 2 മുന്നണിയിൽ നിൽക്കുമ്പോഴും കൊല്ലത്തെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം മണ്ഡലം. എന്നിട്ടും അദ്ദേഹം അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു എന്നുള്ളത് കൊല്ലത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആൾക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ കൊല്ലത്തെ തൊഴിലാളി സമൂഹവും അവിടുത്തെ ഭൂരിപക്ഷം ചെറുപ്പക്കാരും പുതിയ വോട്ടർമാരായിട്ടുള്ള എല്ലാവരും KN ബാലഗോപാലിനെ പിന്തുണയ്ക്കും. കാരണം അദ്ദേഹം യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്ത്യയിൽ ഒട്ടുമിക്ക യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു യുവജന നേതാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇലക്ഷനിൽ നല്ല മുന്നേറ്റമുണ്ടാകും. ഞങ്ങളുടെ ചവറ മണ്ഡലത്തിൽ തന്നെ നല്ല മാറ്റങ്ങളുണ്ടാകും. കാരണം അതൊരു UDF മേൽക്കോയ്മയുള്ള മണ്ഡലമാണെങ്കിൽ പോലും ഇത്തവണ അവിടുത്തെ ട്രെൻഡ് LDFന് അനുകൂലമാണ്. LDF വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ലോക്സഭാ MPയും മുൻ രാജ്യസഭാ MPയും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് കൊല്ലം മണ്ഡലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ആര് ജയിക്കുമെന്ന് പറയുന്നത് അസാധ്യം. കാത്തിരിക്കാം തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ. ക്യാമറ പേഴ്സൺ ഷാബിൽ നിലമ്പൂരിനോടൊപ്പം ബിനു എസ് കൊട്ടാരക്കര, മീഡിയ 1.